മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ മുൻ കരസേനാ മേധാവി എം നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം പൊക്കിപ്പിടിച്ചുകൊണ്ട് വലിയ ബഹളമാണ് രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ വിഷയത്തിലും താരാട്ട് പാട്ട് പാടി രംഗത്ത് വന്നിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, രാഹുൽ ഗാന്ധി എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങ് വിഴുങ്ങിയിട്ട് അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ നമ്മുടെ സകല പ്രമുഖ മാധ്യമങ്ങളും ഇത്രയും കാലം ചെയ്തത്. അത് തന്നെ ഈ വിഷയത്തിലും അവര് തുടരുന്നു. നമുക്ക് ഏതായാലും രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞ വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് പരിശോധിക്കാം. നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ വിളിച്ചു പറയുന്നത് എന്നാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുന്നത്. നമ്മുടെ മുൻ കരസേനാ മേധാവിയുടെ പുസ്തകത്തില് 2020 നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അതിൽ വ്യക്തമായി രാഹുൽ ഗാന്ധി പറയുന്നതാണ് കേട്ടോ. ആ പുസ്തകത്തിൽ 2020 ഗാൽവാൻ മേഖലയിലെ ചൈന ഇന്ത്യ സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടല്ലോ, വലിയ യുദ്ധമൊന്നുമല്ല, ഒരു പ്രശ്നം എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിന് 20 സൈനികരെ നഷ്ടപ്പെട്ടു. ചൈനക്ക് 45 സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ചൈന ആരും നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടു 45-ലധികം സൈനികർ ചൈനക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ സംഘർഷമൊക്കെ ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ സൈനികർ അവരുടെ ടാങ്കുകൾ നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു എന്നൊരു വിവരം നമ്മുടെ മുൻ കരസേനാ മേധാവി എം നരവനെ വ്യക്തമായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിച്ചു പറയുന്നു. അതേപോലെ തന്നെ എം നരവനെ വ്യക്തമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിനെ വിവരം വിളിച്ചു പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഈ വിവരം വിളിച്ചു പറയുന്നു. ഈ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് 2 മണിക്കൂർ വേണ്ടി വന്നു രാജ്നാഥ് സിംഗ് ഒന്ന് തിരിച്ചു വിളിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുത്തോളൂ എന്ന് പറയാനും. അതേപോലെ തന്നെ കരസേനാ മേധാവി മുൻ മേധാവി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലും. രാഹുൽ ഗാന്ധി പറയുന്നതാണ്, ഈ വിഷയം എന്റെ തലയിലേക്ക് വെച്ച് കെട്ടിയതാണ്, രാഷ്ട്രീയപരമായിട്ട് കേന്ദ്ര സർക്കാർ ആയിരുന്നല്ലോ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന രീതിയിൽ ആ പുസ്തകത്തിൽ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി നിലവിൽ ഈ വിഷയത്തെക്കുറിച്ച് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, സൈനിക മേഖലയിലെ ഏതൊരാൾ പുസ്തകം ഇറക്കുക ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിട്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. നിലവിൽ ഈ സമയം വരെ എം നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു അനുമതിയുമില്ല പുറത്തിറങ്ങാൻ. എന്നാൽ ഈ പുസ്തകം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി ഈ ആരോപിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഞാനും നിങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേൾക്കുക എന്നല്ലാതെ ആ പുസ്തകം നമുക്ക് ആർക്കും തന്നെ കിട്ടുന്നില്ല. നമ്മുടെ രാജ്യത്തെ ആർക്കും തന്നെ ആ പുസ്തകം കിട്ടുന്നില്ല. ആ വിഷയം രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഇവിടെ വലിയ ചർച്ച. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയെന്ന് പറയുന്ന ഈ പുസ്തകം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ചൊരു ഉത്തരമില്ല. പെൻഗിൻ പബ്ലിഷേഴ്സ് ആണ് ഇത് പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് വ്യക്തമായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ഒരു കോപ്പി പോലും പുറത്തിറക്കിയിട്ടില്ല. ഈ പെൻഗിൻ പബ്ലിഷേഴ്സ് പറഞ്ഞ വിഷയത്തെ മുൻ കരസേനാ മേധാവി എം നരവനെ വളരെ വ്യക്തമായിട്ട് അത് റീട്വീറ്റ് ചെയ്തുകൊണ്ട് എക്സിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കോപ്പി പോലും പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് അത് അങ്ങനെ കിട്ടി ഇങ്ങനെ, അതായത് ഒരു ഉത്തരം പോലും ഇല്ല, ഒരു പ്രസിദ്ധീകരിക്കാത്ത, ഞാനോ നിങ്ങളോ രാജ്യത്തെ ആരും തന്നെ കാണാത്ത ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്നത്. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയം തന്നെ എടുത്തിട്ട് നമുക്ക് ഈ വിഷയത്തൊന്ന് ചർച്ച ചെയ്യാം. എന്താ പറയുന്നത്? രാഷ്ട്രീയപരമായിട്ട് സകലതും സൈനിക മേധാവിയുടെ തലയിലേക്ക് കെട്ടിവെച്ചോ, അത് ശരിയല്ല, കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നെറുകേടാണ് എന്ന രീതിയിലാണ് വിളിച്ചു പറയുന്നത്. ഓരോ സാധാരണക്കാരനും ഓരോ മലയാളിയും ഇനി പറയുന്നത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് ചൈനീസ് പട്ടാളക്കാർ ടാങ്കുകൾ അടുത്തോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ്
കരസേനാ മേധാവി നമ്മുടെ പ്രതിരോധ മന്ത്രിയെ, നമ്മുടെ വിദേശകാര്യ മന്ത്രിയെ, നമ്മുടെ അജിത് ഡോവലിനെയൊക്കെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. 2 മണിക്കൂർ എടുത്തു എന്ന് പറയുന്നു. ഈ 2 മണിക്കൂർ എടുക്കണ്ടേ? ഈ വിഷയം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. ചൈനയാണ് നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് വരുന്നത്. എന്നിട്ട് എന്ത് തീരുമാനമെടുത്തു? നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നമ്മുടെ കരസേനാ മേധാവിയോട് പറഞ്ഞത് ഉചിതമായ തീരുമാനമെടുക്കൂ, വേണമെങ്കിൽ അവരെ അടിക്കുക, ഇനി കടന്നാക്രമിക്കണമെങ്കിൽ അങ്ങനെ, അവരെ തീർക്കണമെങ്കിൽ അങ്ങനെ. ചൈന വരുന്നു, നിങ്ങൾ അനങ്ങണ്ട എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കൂ. സൈന്യത്തിന് സർവ സ്വാതന്ത്ര്യവും. തന്റെ ശത്രുക്കൾ തങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോ ഒരു സൈന്യത്തിന് ഇതിലപ്പുറം എന്ത് സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തെ ഭരണാധികാരികൾ കൊടുക്കേണ്ടത്? ഏറ്റവും മൂല്യമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഈ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയൂ. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞതാണ് ഉചിതമായ തീരുമാനം എടുക്കാൻ പറഞ്ഞു. അതാണ് തെറ്റിയത്. അതെങ്ങനെ തെറ്റാവുന്നു? അതല്ലേ ഏതൊരു ആത്മാഭിമാനമുള്ള ഏതൊരു രാജ്യത്തെയും സൈന്യം ആഗ്രഹിക്കുന്നത്? തന്റെ ശത്രുക്കൾ വരുമ്പോ അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് കൈകടത്തൽ ഇല്ലാതിരിക്കലല്ലേ ഒരു സൈന്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരവല്ലേ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നമ്മുടെ സൈന്യത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? ഇനി ഈ ടാങ്കൊക്കെയായി നമ്മുടെ സൈനികര് ടാങ്ക് പ്രതിരോധമായിട്ട് നമ്മുടെ ടാങ്കും ഈ പറയുന്ന ചൈനീസ് പട്ടാളക്കാർക്ക് നേരെ തിരിഞ്ഞതോടുകൂടിയിട്ട് ആ വിഷയത്തിൽ ചൈനീസ് പട്ടാളക്കാർ തിരിഞ്ഞു പോയതാണ്. ഈ വിഷയത്തിൽ ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ സൈന്യത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരാളെയും തലയിലേക്ക് വെച്ചിട്ടൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ മണ്ണ് നഷ്ടപ്പെടുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾ പിറകോട്ട് നിൽക്കുമെന്നൊക്കെ പറയാൻ രാഹുൽ ഗാന്ധി എത്ര നെറുകേട ഈ വിളിച്ചു പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് അറിയോ? ഈ രാഹുൽ ഗാന്ധി പാകിസ്ഥാനൊപ്പായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത്, ഡൊണാൾഡ് ട്രംപിനൊപ്പായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് ഈ രാജ്യത്തെ സകല ജനതക്കും അറിയാം. നമ്മുടെ സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. പൂർണ്ണ സ്വാതന്ത്ര്യം. ഉചിതമായ നടപടിയെടുക്കാൻ നമ്മുടെ കരസേന, നമ്മുടെ നാവികസേന, നമ്മുടെ വ്യോമസേന ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് സൈനികർ തീരുമാനമെടുത്ത് നമ്മൾ പാകിസ്ഥാന്റെ ഹൃദയം തന്നെ കീറി മുറിച്ചില്ലേ. നമ്മുടെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് നമ്മുടെ സൈന്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും സ്വാതന്ത്ര്യം കൊടുത്തതാ. ലോകം മൊത്തം ഭാരതത്തിന്റെ വിജയമായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിനെ ഇന്ന് ചർച്ച ചെയ്യുന്നു. അതിലെന്ത് സംഭവിച്ചിരുന്നെങ്കിലും, ജയമാണെങ്കിലും പരാജയമാണെങ്കിലും കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ രാജ്യം വ്യക്തമായിട്ട് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ അതെങ്ങനെ തെറ്റാവുന്നത്? അതല്ലേ സൈനിക മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ സ്വാതന്ത്ര്യം? ഇതിനെയൊക്കെ തെറ്റായെന്ന് പറയും. ഇജാതി മൊണ്ണത്തരം ഒരു ആരോപണവുമായിട്ട് വരുമ്പോ രാജ്യത്തെ ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉൾക്കൊള്ളണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഇതൊക്കെ പുച്ഛിച്ച് തള്ളില്ലേ? ഈ കരസേനാ മേധാവി ഇത്തരത്തിലൊരു വിഷയം ഈ ഒരു പുസ്തകത്തിൽ ഇത്തരമുണ്ട് എന്നൊന്നും ഒരു പ്രസ്താവന നടത്തിയില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയാ പറയുന്നത് നമ്മൾ ആരും കാണാത്ത പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിലെങ്കിലും ഒരാളുകൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒന്ന് കള്ളത്തരം പറയണ്ടേ? രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ആണെങ്കിൽ പോലും എന്താ പ്രശ്നം? നമ്മുടെ പ്രതിരോധ മന്ത്രി ചെയ്തതല്ലേ ഏറ്റവും വലിയ ശരി. സൈന്യത്തിന് പൂർണ്ണ ഏത് ചൈന വന്നാലും കടന്നാക്രമിച്ചോളാൻ ഒന്നും നോക്കണ്ട എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കൊടുക്കൽ? അത് ചെയ്തിട്ട് അതിനെതിരെ പറയാൻ രാഹുൽ ഗാന്ധിക്ക് നാളല്ലേ? ഇതൊക്കെ ബുദ്ധി ഉപദേശിക്കുന്ന ഒരാളെ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളൊന്ന് കേട്ടോക്കൂ. ആമസോണിലാണ് ഞങ്ങൾ വായിച്ചത്. ആമസോണിൽ കിട്ടിയ പുസ്തകത്തിന് ഇപ്പൊ അവർക്കെതിരെയും കേസ് എടുക്കേണ്ടി വരും. നിങ്ങൾ കേട്ടില്ലേ? ഏതായാലും ആമസോൺ കാട്ടുന്നാണ് പുസ്തകം കിട്ടിയതെന്ന് ഏതായാലും പറഞ്ഞില്ല. പെൻഗിൻ പബ്ലിഷേഴ്സ് ഒക്കെ തന്നെ തള്ളിയിട്ടുണ്ട്, ഒരു കോപ്പിയും പുറത്തിറക്കിയിട്ടില്ല എന്ന് പറഞ്ഞ്. ആമസോൺ എന്നാണ് പോലും കിട്ടി. ഏതായാലും കാർഡ് പറഞ്ഞില്ല. ഒരൊറ്റ പ്രാർത്ഥനയെ ദൈവത്തോടുള്ള ഒരൊറ്റ പ്രാർത്ഥന. ഈ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, ഈ കൂട്ടുകെട്ട് ഒരു 10-25 വർഷക്കാലം മുന്നോട്ട് പോകണം. ഒരു 2047 വരെ നമ്മൾ സേഫ് ആയിരിക്കും, നമ്മുടെ മണ്ണ് സേഫ് ആയിരിക്കും. ഇവരെ കൂട്ടുകെട്ടാണെങ്കിൽ ആ ജാതി മണ്ടത്തരവും മൊണ്ണത്തരവും അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടി പുറത്തിറങ്ങി വിളിച്ചു പറയുന്നത്
അപ്പൊ നമുക്ക് മണ്ണിനോട് സ്നേഹമുള്ള സകല ആളുകൾക്കും രാഹുൽ ഗാന്ധിയുടെയും KCയുടെയും കൂട്ടുകെട്ട് പരമാവധി മുന്നോട്ട് പോയിട്ട് നമ്മുടെ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് എത്തുന്നത് വരെയെങ്കിലും ഇവരുടെ ഒരു കൂട്ടുകെട്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.